ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി വിവിധ സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും സർവകലാശാലകളുടെ സ്വതന്ത്ര പദവി നിലനിർത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ പ്രതിഷേധം. സർവകലാശാലകളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ചാൻസലറായ ഗവർണറെ അനുവദിക്കണമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ടി.പി. സെൻകുമാർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ സർവകലാശാലകൾ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെയാണ് വിവിധ സർവകലാശാലകളുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. സർവകലാശാലകളെ വരുതിയിലാക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കുക, സർവകലാശാലകളുടെ സ്വതന്ത്ര പദവി നിലനിർത്തുക, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അമിതാധികാര ദുർവിനിയോഗം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം മുൻ DGP ടി.പി. സെൻകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്രമായി പ്രവർത്തിച്ച സർവകലാശാല സംവിധാനങ്ങളെ രാഷ്ട്രീയമായി അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അനർഹരുടെ നിയമനമടക്കം ഇല്ലാതാക്കണം, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ചാൻസലറായ ഗവർണറെ അനുവദിക്കണമെന്നും ടി.പി. സെൻകുമാർ. ചാൻസലറുടെ അധികാരങ്ങളും വൈസ് ചാൻസലറുടെ അധികാരങ്ങളും മാറ്റി അത് തികച്ചും രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പുതിയൊരു സർവകലാശാല നിയമ ഭേദഗതി കൊണ്ടുവന്ന് ചാൻസലറുടെ അധികാരങ്ങൾ നല്ലൊരു ഭാഗവും പ്രോ ചാൻസലർ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കിട്ടുന്ന രീതിയിൽ ആക്കിയിരിക്കുന്നത്. അത് ഇതുവരെ നിയമമായിട്ടില്ല. നിയമമാകണമെങ്കിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒപ്പിടണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ബില്ലിൽ ചാൻസലർ ഒപ്പുവെക്കരുതെന്ന് ഗവർണറെ അറിയിച്ചിട്ടുണ്ടെന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ കൂട്ടിച്ചേർത്തു. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഈ ബില്ല് ബഹുമാനപ്പെട്ട ചാൻസലർ ഒപ്പിടരുത് എന്ന് അഭ്യർത്ഥിക്കുന്ന തരത്തിൽ ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന ധാരാളം നിവേദനങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും ചാൻസലറുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. സർക്കാർ നടപടികളിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് വിവിധ സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും സെനറ്റ് അംഗങ്ങളുടെയും തീരുമാനം. ജനം, തിരുവനന്തപുരം.